പ്രേസ്തലോ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടാനാകട്ടെ. മത്തായി 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. 1. ദൈവത്തിൻ്റെ പാപക്ഷമ വിശ്വാസത്താലും അനുതാപത്താലും അവൻ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. 2. ദൈവഹിതത്തുള്ള അനുസരണം, രക്ഷയ്ക്കുള്ള തിരഞ്ഞെടുപ്പ്. ഇതുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റുള്ളൂ. 3. കൃപാദാന മുഖാന്തരം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. 4. ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന അനുസരണം ഇപ്രകാരം ലഭ്യമാക്കണം. അപ്പോൾ അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തുള്ളൂ. ദൈവം ഏത് ഹിതത്തിൽ ദൈവത്തിൻ്റെ ഏത് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഹിതമാണ് സ്വർഗരാജ്യത്തിൽ കിടക്കേണ്ടതെന്ന് ഇതിനകത്ത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ ദൈവഹിതവും ദൈവേഷ്ടവും ദൈവത്തിൻ്റെ വാഞ്ചയും ദൈവിക ഉറപ്പും ദൈവിക ജ്ഞാനവും ദൈവിക വിവേകവും പരിജ്ഞാനം അനുസരണം ഉള്ളവരായി തീരാൻ ദൈവം സഹായിക്കും.